എപ്സ്റ്റീൻ ഫയൽസിന് ശേഷം നമ്മളെ നടുക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതാണ്. റൂപ്പർട്ട് ലോ എന്ന് പറയുന്ന ഒരു റിഫോം UK എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു MP ആണ് ആ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ആ റിപ്പോർട്ട് കേട്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ വയ്യാതെ വലിയ ഹൃദയവേദനയോടുകൂടി അവർ കരയുകയായിരുന്നു എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിരവധി ഇൻ്റർനാഷണൽ നാഷണൽ മീഡിയകളിലൊക്കെ തന്നെ ന്യൂസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് അത്ര വ്യാപകമായി മാധ്യമങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പോലും ഇത് 2-3 ദിവസങ്ങൾ വൈകി റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന 2,60,000-ഓളം, ഏതാണ്ട് 1.25 ലക്ഷത്തിനും 2,60,000 ഇടക്ക് ഉള്ള കുഞ്ഞുങ്ങൾ, അതായത് പെൺകുഞ്ഞുങ്ങൾ അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്നൊരു വിവരമാണ് നമുക്കുള്ളത്. അതിലുള്ള ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സ് മരവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പം അതിൽ ഒരു പെൺകുട്ടി, ഇരകൾ വന്ന് പുറത്ത് പറയുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി വന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് മദ്യക്കുപ്പി കയറ്റിയെന്നും ആ മദ്യക്കുപ്പി കയറ്റിയതിന് ശേഷം അത് ഉള്ളിൽ വെച്ച് തന്നെ പൊട്ടിച്ചു എന്നുമൊക്കെയുള്ള അതിക്രൂരമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഇതേതാണ്ട് 2010-നും 2025-നും അടക്കമുള്ള 15 കൊല്ലങ്ങൾ കൊണ്ട് നടന്നതാണ്. മറ്റൊരു പെൺകുട്ടി, ഒരൊറ്റ കുട്ടിയാണ്. ആ കുട്ടിയെ ഏതാണ്ട് 700 പേരാണ് ഇതിനിടക്ക് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ശരീരത്തിൽ നിന്നും രക്തമൊലിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നുവെന്നും ആ ഹോസ്പിറ്റൽ അധികൃതരൊക്കെ തന്നെ ചെറിയ മരുന്നുകളൊക്കെ വെച്ച് ആ പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ചില ഇരകൾ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പെൺകുട്ടി പറയുന്നത് നടുക്കുന്നൊരനുഭവമാണ്. ആ പെൺകുട്ടി നോക്കുമ്പോൾ നിരവധി പെൺകുട്ടികളെ പട്ടിക്കൂടിനകത്ത് ഇടുകയും ആ പട്ടിക്കൂടിനകത്ത് പട്ടികൾ അവരെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ടിട്ട് പട്ടികൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾ ബെറ്റ് വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു പുറത്തുനിന്ന്. അവരിതൊക്കെ വളരെ രസകരമായി കണ്ടിരുന്നു, ആ ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന, നമ്മൾ കേട്ടാൽ ഹൃദയം തകർന്നു പോകുന്ന രീതിയിലുള്ള അങ്ങേയറ്റത്തെ ലൈംഗിക അതിക്രമങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ ലൈംഗിക അതിക്രമങ്ങളിലെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വളരെ ബ്രോക്കൺ ഫാമിലിയിൽ നിന്നുള്ള ചില ചൈൽഡ് കെയർ ഹോമുകളിൽ അടക്കപ്പെട്ടിട്ടുള്ള വളരെ ചെറിയ കുട്ടികളായിരുന്നു. അവരൊക്കെ തന്നെ ഒരു ഗ്രൂമിങ്, ഈ പറയുന്ന പോലെ ഗ്യാങ് എന്നറിയപ്പെടുന്ന ഇവർ ഏറ്റവും ആദ്യം ഒരു രക്ഷകർത്ത വേഷമെടുത്തണിയുകയും അങ്ങനെ ഇവരെ ഗ്രൂം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ അതിനുശേഷം അവരെ എല്ലാവരെയും തന്നെ ഇതുപോലെ സെക്ഷലി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിൽ പല ആളുകളും ഇപ്പോൾ പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളാണ്. അവരൊക്കെ തന്നെ വന്ന് പുറത്ത് പറയുന്ന നിരവധി രംഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പലപ്പോഴും പോലീസും അവിടുത്തെ ഭരണാധികാരികളും ഒക്കെ അറിഞ്ഞിട്ട് തന്നെ അവർ ഇത് തങ്ങളുടെയൊക്കെ രാഷ്ട്രീയ നിലനിൽപ്പിനെ ബാധിക്കും, തങ്ങളൊക്കെ റേസിസ്റ്റ് എന്ന് വിളിക്കപ്പെടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരൊക്കെ തന്നെ ഇത് മൂടി വെച്ചു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ കേസ് തന്നെ വലിയ തോതിൽ ചർച്ചയാക്കുന്നതിൽ നമ്മുടെ എലോൺ മസ്ക് ഒക്കെ തന്നെ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. അത് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ അദ്ദേഹം ക്യാമ്പയിൻ നടത്തിയിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഈ റിഫോം UK പാർട്ടിയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ഗ്രൂമിങ് ഗ്യാങ്ങുകളെ കുറിച്ചൊക്കെ തന്നെ ബാരൻസ് കേസി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അവർ വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അത്തരത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള 219 പേജുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ട് അത് നമുക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള അവൈലബിൾ ആകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഓപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ബീക്കൺ പോർട്ട് എന്നാണ്. ആ ഓപ്പറേഷൻ ബീക്കൺ പോർട്ടിൽ 23 പോലീസ് ഫോഴ്സുകളിൽ നിന്നുള്ള 1273 അന്വേഷണങ്ങൾ, അതിൽ 236ഓളം വരുന്ന റേപ്പ് ആരോപണങ്ങൾ, അത്തരത്തിലുള്ള പ്രതികൾ, അതെല്ലാം തന്നെ നിരവധി പ്രതികളടക്കമുണ്ട്. ആ പ്രതികളടക്കം ഏതാണ്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം 38 മില്യൺ പൗണ്ടും ഇപ്പോൾ യഥാർത്ഥത്തിൽ 100 ബില്യൺ പൗണ്ടും അവരുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ തുകയായിരിക്കാം. ആ തുകയ്ക്കുള്ള അന്വേഷണത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇരകൾക്ക് വേണ്ടിയിട്ട് ഒരു 3.2 മില്യൺ പൗണ്ട് ഇരകൾക്ക് വേണ്ടി കൂടി നീക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ അന്വേഷണം നടത്താൻ പോകുന്നത് ഈ 23 പോലീസ് ഫോഴ്സുകളിലായ 1273 അന്വേഷണ കേസുകളുടെ ഫയലുകളെല്ലാം തന്നെ വീണ്ടെടുക്കുകയും ആ ഫയലുകളുടെ പുറത്ത് വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിവിപുലമായിട്ടുള്ള ഒരു അന്വേഷണമാണ്.
ഇതെല്ലാം ആണ് വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികൾ എന്ന് പറയുന്നത് പാക് വംശജരായിട്ടുള്ള മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് പ്രധാനപ്പെട്ട പ്രതികൾ. അവരൊക്കെ തന്നെ ഇത് നടത്തിയതിൻ്റെ പിന്നിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് എന്ന് പറയുന്ന വലിയ ആരോപണം, വലിയ കൊടുങ്കാറ്റ് ബ്രിട്ടനിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മറക്കരുത്. കാരണം അവരുടെ മതഗ്രന്ഥങ്ങളിൽ കാഫറുകളായിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന പല കാര്യങ്ങളുമുണ്ട് എന്ന് പറയുന്ന അതിനിശ്ചിതമായിട്ടുള്ള വലിയ വിമർശനം അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ കേസിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, അതുകൂടി പറയാതെ പോയാൽ ഇത് പൂർത്തിയാവില്ല. റിഫോം UK എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടി എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ അതിൻ്റെ നൈജൽ ഫറാജെ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. ആ ലീഡർ അദ്ദേഹം നേരത്തെ തന്നെ അവിടെ വളരെ എക്സ്ട്രീമിസ്റ്റ് തീവ്ര നിലപാടുകൾ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങോട്ട് വന്നിട്ടുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ എല്ലാം തന്നെ ഇമിഗ്രൻസിനെ എല്ലാം തന്നെ പറഞ്ഞു വിടണം എന്ന അഭിപ്രായമുള്ള ഒരാളാണ്. അല്ലെങ്കിൽ തന്നെ വലിയ തോതിലുള്ള വംശീയ വിദ്വേഷം പരത്തുന്ന പ്രചരണം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ആ പാർട്ടിക്ക് അവിടെ വലിയ തോതിലുള്ള ആക്സെപ്റ്റൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്കടക്കം ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിവിടെ നിന്നുള്ള ഡിപ്പെൻഡൻറ്റ് വിസയും അതുപോലെ തന്നെ പഴയ പോലെയുള്ള പെർമനൻറ്റ് റെസിഡൻസിയും അതുപോലെ കാര്യങ്ങളൊന്നും ഇനി പെട്ടെന്ന് കിട്ടില്ല. കാരണം 10-15 കൊല്ലം നിയമമൊക്കെ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയതെല്ലാം തന്നെ ഈ റിഫോം UKയുടെയൊക്കെ വലിയ ഒരു ഭാഗമായിട്ടാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള വാർത്തകളിൽ സത്യമുണ്ടെങ്കിൽ പോലും ആ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ കൃത്യമായി പലപ്പോഴും അവിടത്തെയുള്ള കലാപങ്ങളെയും ആളുകളുടെ വിഭജനത്തെയും ഒക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന, അവരെ ഈ പറഞ്ഞ പോലെ പ്രൊപ്പൽ ചെയ്യുന്ന ഒരു വാർത്തകളായി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം നമ്മളിത് കാണാൻ. എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തതാണെന്നോ അത്തരത്തിലുള്ള നിരവധി ഇരകൾ വന്ന് പറയുന്നതൊക്കെ കേട്ട ഒരാളാണ്, അതുകൊണ്ട് ഇല്ലയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇതിലിപ്പോൾ 1000 ക്രിമിനലുകളോ 500 ക്രിമിനലുകളോ 10,000 ക്രിമിനലുകളോ ഉണ്ടെങ്കിൽ അവരൊക്കെ തന്നെ പിടിക്കപ്പെടട്ടെ, ശിക്ഷിക്കപ്പെടട്ടെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിയമം അതിൻ്റെ വഴി നടത്തട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴക്കാലത്തങ്ങളിലായി പലപ്പോഴും സെലക്റ്റീവായി ഇത്തരത്തിലുള്ള വാർത്തകൾ വലിയ തോതിൽ ഒരു പ്രൊപ്പഗാൻഡയായി കൂടി മാറുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണണം. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വംശീയ ഈ പറയുന്ന പോലെ മതപരമായിട്ടുള്ള വിദ്വേഷങ്ങളൊക്കെ പൊലിപ്പിക്കാൻ വേണ്ടി കൂടി ആയിരിക്കും പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇത് അത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ എക്സ്ട്രീം നിലപാടുകൾ എടുക്കുന്ന, ഇപ്പം തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആളുകളെ പോലെ ഇത്തരത്തിലുള്ള ഭൂലോക വൃത്തികെട്ടവന്മാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതിൻ്റെ പുറത്ത് നമ്മളിപ്പോൾ ഇന്ത്യക്കാരിൽ ആരെങ്കിലും ചെന്നൊരു വൃത്തികേട് വിദേശത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഞാനോ നിങ്ങളോടൊക്കെ ഉള്ള എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നത് പോലെയുള്ള ഒരു അതിർവരമ്പുകൾ കൂടി നമ്മൾ കാണേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഇപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോദർഹാം, അതുപോലെ റോസ്റ്റൈൻ, ഓൾഡ്ഹാം പോലെയുള്ള സിറ്റികളിൽ ഏതാണ്ട് 149ഓളം വരുന്ന ഡിസ്ട്രിക്റ്റുകളിൽ ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈമായി നടന്നിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായി നിരവധി ഇരകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സാമി എന്ന് പറയുന്ന സാമന്ത വുഡ് ഹൗസ് എന്ന് പറയുന്ന അതിൽ സാമി എന്ന് പറയുന്ന ഒരു ലേഡി വന്നിട്ട് അവരുടെ ഒരു കഥകൾ തന്നെ പറയുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള ഒരു ഇരയാണെന്നും അവരനുഭവിച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരാളുടെ പേരുകൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇത്തരത്തിലുള്ള നിരവധി പേരുകൾ വരാനുണ്ട്. ഈ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഡിബേറ്റബിൾ ആണ്. ചില മാധ്യമങ്ങൾ 2,60,000 എന്നൊക്കെ പറയുന്നു. അത്രമൊന്നും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഏതാണ്ട് 1,4 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും അടക്കമുള്ള വലിയ നമ്പർ ഓഫ് പെൺകുട്ടികൾ ഈ ഏതാണ്ട് 1997 മുതൽ ഈ കാലഘട്ടം വരെ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്നും അത് അവിടെയുള്ള പോലീസ് സിസ്റ്റം എന്ന് പറയുന്ന അധികാരികൾ മറച്ചു വെച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ചെറിയ ചെറിയ രാഷ്ട്രീയ ലാഭങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടക്കം ഇൻട്രസ്റ്റുകൾ എന്താണ്, താല്പര്യം എന്താണ് എന്നുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരട്ടെ. എന്താണെങ്കിലും നമ്മളെ ഞെട്ടിക്കുന്ന വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ്, അതിക്രൂരതയാണ് ഈ നടന്നത് എന്നുള്ളതിൽ സംശയമില്ല. അതിൻ്റെ പുറകിൽ ആരാണെങ്കിലും ഒരുത്തനും രക്ഷപ്പെടാതെ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ആഗ്രഹിക്കാനാവൂ.